ശ്രീ മഹാഗണപതിരവതുമാം ശ്രീ മഹാഗണപതിരവതുമാം ശ്രീ ഹരിശങ്കർ എന്ന ഞങ്ങളുടെ ശംഖു ഈ രാഗരത്നം എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ ഈ സ്റ്റാറ്റസിലെത്തിയതിൽ എനിക്ക് വലിയ അതിശയമൊന്നുമില്ല. കാര്യം എന്ന് വെച്ചാൽ 2.5 വയസ്സ് ഉള്ളപ്പോൾ തന്നെ ശംഖു പാടുന്ന മോനെ ഞാൻ ആദ്യം കാണുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഓമൻ ടീച്ചറെ മടിയിൽ ഓമൻ ടീച്ചർ ഇരുന്നിട്ട് ഒരു 1.5 വയസ്സ് കാണുമായിരിക്കും, ഓർമ്മയുണ്ടോന്ന് മോൻ. അപ്പോൾ ഇതുപോലെ എന്ത് പാടിക്കൊടുത്താലും അപ്പം റിപ്പീറ്റ് ചെയ്യുമായിരുന്നു ആ പ്രായത്തിൽ. ശംഖുവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വളരെ കുറച്ച് കാലമേ ആയുള്ളൂ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുവാൻ തുടങ്ങിയിട്ട്. അവൻ പറഞ്ഞതുപോലെ വളരെയധികം കേൾവിജ്ഞാനമുള്ള ഒരു കുട്ടിയാണ് ശംഖു എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുന്നത്. ഹരിശങ്കർ എന്ന് വിളിക്കുമ്പോൾ ഒരു എന്തോ വേറൊരാളെ വിളിക്കുന്നത് പോലെ തോന്നും. അതുകൊണ്ട് ശംഖു എന്നാണ് ഞങ്ങളെല്ലാവരും തന്നെ അവനെ വിളിക്കാറുള്ളത്. വളരെ വാസനയുള്ളൊരു കുട്ടിയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ 4ാമത്തെ ജനറേഷനാണ്. തെറ്റുകുറ്റങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഈ പ്രായത്തിലുള്ളൊരു കുട്ടിക്ക് പാടാവുന്നതിൻ്റെ മാക്സിമം പാടുന്ന കേട്ടു. അത് ഒരു ഞങ്ങൾക്കൊക്കെ ഒരു അഭിമാനമാണത്. നല്ലൊരു മിമിക് ആർട്ടിസ്റ്റാണ്. എല്ലാവരെയും ഇമിറ്റേറ്റ് ചെയ്യും. നമ്മളൊന്നങ്ങ് മാറിക്കഴിയുമ്പോൾ എല്ലാവരെയും ഇമിറ്റേറ്റ് ചെയ്യുന്നൊരു നേച്ചർ. എവിടെ കച്ചേരിക്ക് പോയിട്ട് വന്നാലും ആരെങ്കിലും അവിടെ ഒരു ടാർഗറ്റ് കാണും അവന്. എന്നിട്ട് തിരിച്ച് വന്നിട്ട് എൻ്റെ അടുത്ത് പറയും. അപ്പോൾ എനിക്ക് ഏറ്റവും ഭയങ്കര നല്ലൊരു കമ്പനിയാണ് ശംഖു. ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് അവൻ്റെ ഈ ഹ്യൂമറസ് നേച്ചർ. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് മൃദംഗം കൊണ്ടുവന്നിട്ട് അവൻ വായിക്കാനിരിക്കും. അപ്പോൾ അത് ഞങ്ങളുടെ പാട്ടിന് ഒന്നുകൂടെ അത് എന്താ പറയുക, ഒരു ഫ്ലറിഷിങ്